പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ഉൾനാടുകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. നീണ്ടു പരന്നു കിടക്കുന്ന വിജനമായ പ്രദേശങ്ങൾ, കൃഷിയിടങ്ങളാണ് മിക്കതും. ഓസ്ട്രേലിയയുടെ വീറ്റ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങൾ കാണാം. സ്വർണ്ണഖനിയുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. കെനിയയിലെയോ ടാൻസാനിയയിലെയോ മൈതാനക്കാടുകളാണെന്ന് തോന്നും. ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് ഇതെല്ലാം. പലയിടത്തും കൊയ്ത്തു നടക്കുന്നത് കാണാം. 1000-ഉം 10,000-ഉം ഏക്കർ വിസ്തൃതിയുള്ള വമ്പൻ കൃഷിയിടങ്ങളാണ്. പൂർണ്ണമായും യന്ത്രവൽകൃതമാണ് ഇവിടുത്തെ കൃഷി. ആളുകൾ നിരന്നുനിന്ന് അരിവാൾ കൊണ്ട് കൊയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഒരു ഭാഗത്ത് നിന്നങ്ങ് ഓടുന്നു. ഈ യന്ത്രം കൊണ്ട് കൊയ്ത്തും മെതിയും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അതിന്റെ മുകളിലെ ടാങ്ക് പോലുള്ള ഭാഗത്ത് മെതിച്ച ധാന്യം സംഭരിക്കും. ഇടയ്ക്കിടെ കൂറ്റൻ ട്രക്കുകൾ വന്ന് ആ ധാന്യം യാർഡുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കൊയ്തെടുക്കുക, മെതിക്കുക, ധാന്യം സ്റ്റോർ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന യന്ത്രമാണ് ആ പോകുന്നത്. വമ്പനൊരു ഹാർവസ്റ്റിംഗ് മെഷീൻ. സെപ്റ്റംബർ അവസാനത്തോടെയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഗോതമ്പ് വിളവെടുപ്പ് ആരംഭിക്കുക. റീജിയനുകൾ അനുസരിച്ച് വിളവെടുപ്പിന്റെ മാസങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാകാം. എങ്കിലും ഡിസംബറിൽ ക്രിസ്മസിന് മുൻപ് ഗോതമ്പിന്റെ വിളവെടുപ്പ് പൂർണ്ണമായും അവസാനിക്കുന്നതാണ് പതിവ്. നവംബർ മാസമാണ് ഗോതമ്പ് വിളവെടുപ്പിന്റെ പീക്ക് സീസൺ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഗോതമ്പ് കൃഷി ജീവിതമാർഗമാക്കിയ ഒരു കുടുംബത്തിന് കുറഞ്ഞത് 2000 ഏക്കർ ഭൂമിയെങ്കിലും ഉണ്ടാകും. കർഷകർ താമസിക്കുന്ന ഗ്രാമങ്ങളാണിത്. ജനസംഖ്യ നന്നേ കുറഞ്ഞ ഗ്രാമങ്ങൾ. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, ചെറിയൊരു ക്ലിനിക് തുടങ്ങിയ ഫെസിലിറ്റികളൊക്കെ ഉണ്ടാകും. ഇവിടെ വെച്ച് ഹൈവേ 2ആയി പിരിയുന്നു. ഞങ്ങൾ ഇടത്തോട്ടുള്ള വഴിയെയാണ് പോകുന്നത്. ഇവിടെ അടുത്ത് നോർത്താം എന്ന ചെറിയൊരു പട്ടണമുണ്ട്. അവിടം കണ്ട് ആ വഴിക്ക് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നോർത്താമും കാർഷിക മേഖലയാണ്. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലങ്ങളിൽ വൈക്കോൽ ബണ്ടിലുകളാക്കി വച്ചിരിക്കുന്നു. കാർഷിക ഉപകരണങ്ങളുടെ യാർഡുകൾ, വളങ്ങളും കീടനാശിനികളും വിൽക്കുന്ന കടകൾ, ട്രാക്ടർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും ടയറുകളും വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയെല്ലാമാണ് ഇവിടെ കൂടുതലായും കാണുന്നത്. 1830-ൽ കോളനിസ്റ്റുകൾ സ്ഥാപിച്ച പട്ടണമാണ് നോർത്താം. ഇംഗ്ലണ്ടിലെ ഡെവോണിൽ നോർത്താം എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട്. അതിന്റെ ഓർമ്മയ്ക്കായി ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ കുടിയേറ്റക്കാർ ഈ പ്രദേശത്തിനും നോർത്താം എന്ന പേര് നൽകുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് സ്വർണം തേടി പോകുന്നവരുടെ ഒരു പ്രധാന ഇടത്താവളമായി ഇവിടം മാറിയിരുന്നു. ഇത്തരം ചെറിയ പട്ടണങ്ങളിൽ വരെ എല്ലാ ഫെസിലിറ്റികളുമുണ്ട്. റോബർട്ട് ഡോയിൽ എന്ന ഇംഗ്ലീഷ് പര്യവേക്ഷകനാണ് ഈ പ്രദേശത്തെത്തിയ ആദ്യ യൂറോപ്യൻ. 2 നദികൾ ഈ പ്രദേശത്തിന് സമീപത്തുകൂടി ഒഴുകുന്നതിനാൽ കൃഷിക്കനുയോജ്യമായ സ്ഥലമാണിതെന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കൂടുതൽ കുടിയേറ്റക്കാർ ഇവിടേക്ക് വന്നു. അവർ കന്നുകാലി വളർത്തലിലും ചെറിയ തോതിലുള്ള കൃഷികളിലും ഏർപ്പെട്ടാണ് ഇവിടുത്തെ ജീവിതം തുടങ്ങിയത്. കിഴക്കൻ ഭാഗത്തേക്ക് പോകുന്ന പര്യവേക്ഷകർക്കും കുടിയേറ്റക്കാർക്കും താവളമൊരുക്കുക എന്നതായി നോർത്താമിന്റെ അടുത്ത ദൗത്യം. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ഇവിടെ കുറെ സത്രങ്ങൾ ഉണ്ടായി. ഈ പ്രദേശത്തുകൂടി റെയിൽവേ വന്നതോടെ സ്വർണ്ണാന്വേഷികളുടെ ഒഴുക്ക് തുടങ്ങി. അക്കാലത്ത് ധാരാളം ആളുകൾ നോർത്താമിൽ ക്യാമ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ 6600 ആളുകളെയുള്ളൂ നോർത്താമിൽ. ഇക്കാണുന്നത് നോർത്താം പോസ്റ്റ് ഓഫീസാണ്. വിപുലമായ ടെലിഗ്രാം സംവിധാനവും അവിടെ ഉണ്ടായിരുന്നു. കുടിയേറ്റകാലത്തെ കെട്ടിടങ്ങൾ അതേപടി നിലനിർത്തിയിരിക്കുന്നു. ഇതൊരു മെമ്മോറിയൽ ഹാളാണ്. അതിനോട് ചേർന്ന് നോർത്താം വാർ മെമ്മോറിയൽ. അങ്ങനെ പല പല സ്ഥാപനങ്ങൾ. 1 നൂറ്റാണ്ട് മുൻപത്തെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ കാഴ്ചകളെല്ലാം. സാംസ്കാരിക ജീവിതം, സമ്പന്നത, പ്രൗഢി, നഗരാസൂത്രണത്തിന്റെ മികവ്, ഇതൊക്കെ ഇത്തരമൊരു ചെറുപട്ടണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടറിയാം. നഗരം പിന്നിടുമ്പോഴേക്കും ഒരു നദിയുടെ സമീപത്തേക്കെത്തുന്നു. എവോൺ എന്ന നദിയാണിത്. കയാക്കിംഗ് ഫെസ്റ്റിവലും മറ്റും നടക്കുന്ന നദി. വർഷം തോറും നടക്കുന്ന കയാക്കിംഗ് ഫെസ്റ്റിവൽ, ഹോട്ട് എയർ ബലൂണിംഗ് ഫെസ്റ്റിവൽ എന്നിവയ്ക്ക് പ്രശസ്തമാണ് നോർത്താം. ആ സമയങ്ങളിൽ വിദേശികൾ ഉൾപ്പെടെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്കെത്തും. ഹോട്ട് എയർ ബലൂണിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് കൂടുതൽ ആളുകൾ എത്തുക.
എല്ലാ വർഷവും വിന്ററിലാണ് ബലൂണിംഗ് ഫെസ്റ്റിവൽ. എലവേറ്റ് ഫെസ്റ്റിവൽ എന്നും അതിനൊരു പേരുണ്ട്. ഞങ്ങൾ ഒരു കുന്ന് കയറി. ഈ കുന്നിൻ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് മാത്രമല്ല കാര്യം, ഇവിടെ എന്നെ കാണാൻ ഒരു മലയാളി കാത്തു നിൽക്കുന്നുമുണ്ട്. ജോർജ് എന്നാണ് പേര്. തൃശൂർക്കാരനാണ്. പൂവത്തുശ്ശേരി എന്ന സ്ഥലത്തുള്ളയാൾ. കുന്നിൻ മുകളിൽ നിന്നാൽ നോർത്താം പട്ടണം കാണാം. താഴ്വാരത്ത് ചിതറിക്കിടക്കുന്നത് പോലെ കുറെ കെട്ടിടങ്ങൾ. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി ഉയർന്ന ഭാഗത്ത് നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. പുൽമേടുകളായി വരണ്ടെന്നോണം കിടക്കുന്ന ഒരു പ്രദേശം. ആ കാഴ്ചയിൽ നിന്നിറങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. അതിനിടയ്ക്ക് ജോർജിന്റെ വീട്ടിലൊന്നു പോയി. അത് ഷൂട്ട് ചെയ്തില്ലെന്നേയുള്ളൂ. ഒരു ചായ കുടിച്ച് ആ വീട്ടിൽ നിന്ന് പെട്ടെന്നിറങ്ങി. ജോർജിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നാട്ടിൽ നിന്നും വന്നിട്ടുമുണ്ട്. ഈ നോർത്താം പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ധാരാളം മലയാളികൾ സ്ഥലം വാങ്ങിച്ചിടുന്നുണ്ട് ഇപ്പോൾ. എന്നെ ഈ കൊണ്ടുപോകുന്ന റെജി തന്നെ നോർത്താമിൽ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇവിടുത്തെ മലയാളികൾ സമ്പാദിക്കുന്ന പണത്തിൽ നല്ലൊരു ഭാഗവും ഇവിടുത്തെ തന്നെ സ്ഥലത്തിലും വീടുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അല്ലാതെ അടിച്ചു പൊളിച്ച് പണം അത്രയും തീർക്കില്ല. ഒരിക്കൽ കൂടി എവോൺ നദി കടക്കുന്നു. കയാക്കിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന നദി. അത് കഴിയുമ്പോൾ ഇക്കാണുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടി റിജി പറഞ്ഞു. ഈ വീടും സ്ഥലവുമെല്ലാം കൂടി അദ്ദേഹം വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നതാണ്. പിന്നീട് തീരുമാനം മാറ്റുകയാണുണ്ടായത്. കാർഷിക മേഖലയുടെ ഒരു കേന്ദ്രസ്ഥാനമായതുകൊണ്ട് നോർത്താമിൽ ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റികൾ കാണാം. പ്രധാനമായും ഗോതമ്പ് അട്ടിയിട്ട് സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ആദ്യകാലം മുതലുള്ള ഒരു കാർഷിക കേന്ദ്രമാണ് നോർത്താം. വലിയ യാർഡുകളിൽ ഗോതമ്പ് കൂനകളായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. പടുകൂറ്റൻ സൈലോകളും. ഇതിന്റെ എല്ലാം പിന്നിലൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. ട്രെയിൻ വാഗണുകൾ സൈലോകളോട് ചേർത്തു നിർത്തി അതിൽ നിന്നും ധാന്യം നിറച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുക. അനേകം ബോഗികളോടുകൂടിയ ട്രെയിൻ പാളത്തിൽ കിടപ്പുണ്ട്. ധാന്യം നിറയ്ക്കുന്നതിനു വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബോഗികളാണ് ഇതെല്ലാം. ഈ മേഖലയിലെ ഏറ്റവും വലിയ ഫാമേഴ്സ് കോപ്പറേറ്റീവായ CBHന്റെ ട്രെയിനാണിത്. അവരാണ് ഇവിടെ നിന്നും ധാന്യം ഓസ്ട്രേലിയയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ 95% വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഞങ്ങൾ ഒരിടത്ത് വണ്ടി നിർത്തി. ഒറ്റനോട്ടത്തിൽ ഇത് ഗോതമ്പ് വയലാണെന്ന് തോന്നും. ഇതൊരു പുൽമേടാണ്. ഞാൻ ആ പുല്ലിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിനപ്പുറം ഇതാ കുറെ കക്ഷികൾ. കുന്നിൻ ചെരുവിൽ മേഞ്ഞു നടക്കുന്ന ആടുകൾ. ഇവിടുത്തെ ആടു ഫാമുകൾ ഇങ്ങനെയാണ്. ഒരു കെട്ടിടത്തിനകത്തല്ല ആടു വളർത്തൽ. 100 കണക്കിന് ഏക്കർ വരുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആടുകളെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ടു പോകില്ലേ എന്ന് സംശയിക്കാം. ഈ പുൽമേട്ടിൽ ഇവർ സുരക്ഷിതരാണ്. ഇങ്ങനെയൊരു ചെറിയ വേലി മാത്രമേ ഉള്ളൂ അതിർത്തിയായി. ഗോതമ്പിന്റെ കാര്യത്തിൽ എന്ന പോലെ ആടുവളർത്തലിന്റെ കാര്യത്തിലും ഓസ്ട്രേലിയ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു ഫാമിൽ കുറഞ്ഞത് 2000 ആടുകളെങ്കിലും ഉണ്ടാകും. ഇവിടെ മറ്റൊരു കക്ഷിയുണ്ട്. അൽപാക്ക എന്ന മൃഗമാണിത്. ഒട്ടകം ഉൾപ്പെടുന്ന ക്യാമലൈഡ് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് അൽപാക്ക. രോമത്തിനു വേണ്ടിയാണ് ഇവയെ വളർത്തുന്നത്. ആടുഫാം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. 30,000-ഓളം ആടുകൾ വരെ മേഞ്ഞു നടക്കുന്ന ഫാമുകളുണ്ട് ഓസ്ട്രേലിയയിൽ. സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ കങ്കാരുവിനെ കാണാമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. റോഡിൽ പലയിടത്തും റെയിൽ ക്രോസുകളുണ്ട്. റോഡും റെയിലും ഇടയ്ക്കിടെ തിരിഞ്ഞും മറിഞ്ഞും പോകുന്നു. ധാന്യം കൊണ്ടുപോകുന്നതിനാണ് ഈ പ്രദേശങ്ങളിൽ റെയിൽവേയെ കൂടുതലായും ഉപയോഗിക്കുന്നത്. ഞങ്ങൾ 2JJ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. 2JJ എന്നാണ് പറയുകയെങ്കിലും അതിന്റെ സ്പെല്ലിംഗ് മറ്റൊരു രൂപത്തിലാണ്. 2DI എന്നാണത്. ഇവിടുത്തെ ആദിമഗോത്രക്കാരായ നൂങ്കറുകൾ വിളിച്ചിരുന്ന പേരാണ് 2JJ എന്നത്. അതിന് 2DI എന്ന സ്പെല്ലിംഗ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് 2DI എന്ന് വേണമെങ്കിൽ ഉച്ചരിക്കാം. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള പട്ടണമാണിത്. 1830-ൽ റോബർട്ട് ഡെയിൽ എന്ന കോളനിസ്റ്റാണ് ആദ്യമായി ഇവിടെ എത്തിയ വെള്ളക്കാരൻ. പോസ്റ്റ് ഓഫീസും പഴയകാല നിർമ്മിതികളുമെല്ലാം ഇവിടെയുമുണ്ട്. മിക്കതും കൊളോണിയൽ കാലത്തേതു തന്നെ.
ഒരു കാലത്ത് 5000-ഓളം ആളുകൾ വസിച്ചിരുന്ന പ്രദേശമാണിത്. ഇപ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരം 2JJയിലെ ജനസംഖ്യ 950 മാത്രമാണ്. സന്ധ്യ മയങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പെർത്ത് നഗരപ്രാന്തത്തിലേക്കെത്തി. ഇന്നലെ പെർത്തിൽ നിന്നും പുറപ്പെട്ടതാണ്. ദീർഘമായ ഒരു യാത്രയായിരുന്നു. പെർത്തിലെ ഡെക്സ്റ്റൺ ഹോട്ടലിലാണ് ഇന്ന് എന്റെ താമസം. ആ ഹോട്ടലിനടുത്തെത്തി. സുഹൃത്തുക്കൾ എന്നെ ഹോട്ടലിന് മുന്നിലിറക്കി വീടുകളിലേക്ക് മടങ്ങി. ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെന്നു. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക്കങ് ഹാർട്ട് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണിത്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ. പെർത്തിലെ സെന്റ് ജോർജ് ടെറസ് എന്ന സ്ഥലത്താണിത്. ഒരു സ്ട്രീറ്റാണ് സെന്റ് ജോർജ് ടെറസ്. 14 നിലകളുള്ള ഹോട്ടലാണ്. മികച്ച ഫെസിലിറ്റികൾ, നല്ല മുറി. 1993-ലാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. 11,000 രൂപയാണ് ഒരു രാത്രിക്ക് ഈ മുറിയുടെ വാടക. ഇത്തരത്തിലുള്ള 306 മുറികളുണ്ട് ഈ ഹോട്ടലിൽ. മികച്ച റെസ്റ്റോറന്റുകളും മീറ്റിംഗ് ഫെസിലിറ്റിയും തിയേറ്ററുമെല്ലാമുണ്ട് ഹോട്ടലിൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്ത ദിവസം രാവിലെ ഞാൻ യാത്രയ്ക്ക് റെഡിയായി പുറത്തിറങ്ങി. അന്തരീക്ഷത്തിൽ ചെറിയൊരു മൂടലുണ്ട്. ഇതാണ് ഡൗൺ ടൗണിലെ സെന്റ് ജോർജ് ടെറസ് എന്ന പ്രധാന സ്ട്രീറ്റ്. പെർത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ തെരുവുകളിലൊന്നാണിത്. ചരിത്രമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഈ തെരുവിന്റെ 2 വശത്തുമായുണ്ട്. ഹോട്ടലിന്റെ പാർക്കിംഗ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഇവിടെ ഒരു കാർ എന്നെ കാത്തുകിടപ്പുണ്ട്. ഒരു SUV. അതിൽ 2 പേരുണ്ട്, ഷാജുവും ഐൻസ്റ്റീനും. ഞങ്ങൾ സെന്റ് ജോർജ് ടെറസിലൂടെ യാത്ര തുടങ്ങി. പുതിയ കാല മന്ദിരങ്ങൾ നിരയൊത്തു നിൽക്കുന്ന തെരുവോരം. കൊളോണിയൽ കാലത്തെ കെട്ടിടങ്ങൾ പലതും പൊളിച്ചുമാറ്റിയാണ് ആ സ്ഥാനത്ത് ഈ വമ്പൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സെന്റ് ആൻഡ്രൂസ് ചർച്ചാണിത്. മറ്റൊരു പള്ളിയും കാണാം. അത് സെന്റ് ജോർജ് കത്തീഡ്രലാണ്. അതിന്റെ എതിർവശത്ത് കുറച്ചാളുകൾ രാവിലെ കുടയും ചൂടി നിൽപ്പുണ്ട്. അവരെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വലതുവശത്ത് പഴയകാല കെട്ടിടങ്ങൾ പലതുണ്ട്. അതിലൊന്ന് സെന്റ് ജോർജ് കത്തീഡ്രലാണ്. അതിനപ്പുറമുള്ള ഭാഗം കത്തീഡ്രൽ സ്ക്വയർ എന്നറിയപ്പെടുന്നു. ഗവൺമെന്റ് ബിൽഡിംഗ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന കൊളോണിയൽ കാല കെട്ടിടങ്ങൾ. 100ഉം 150ഉം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. വൈൽഡ് ഫ്ലവർ, പോസ്റ്റ് ആൻഡ് മോർ തുടങ്ങിയ പ്രീമിയം റെസ്റ്റോറന്റുകൾ ഇപ്പോൾ അത്തരം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. സെന്റ് ജോർജ് ടെറസിലൂടെ യാത്ര തുടർന്നു. മോഡേൺ ബിൽഡിംഗുകളും ഹെറിറ്റേജ് ബിൽഡിംഗുകളും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരുവിന്റെ പ്രത്യേകത. പെർത്തിലെ ബിസിനസ് ഹബ് ഇവിടമാണ്. ബാങ്കുകളുടെയും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെയുമെല്ലാം കേന്ദ്ര ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരിടം. ഇവിടെയുള്ള കോളനിക്കാല കെട്ടിടങ്ങളെല്ലാം ഹെറിറ്റേജ് പദവിയോടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അതിൽ മിക്കതിലും സ്വകാര്യ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇവിടുത്തെ കൺവെൻഷൻ സെന്ററിന് സമീപത്തേക്കെത്തി. പെർത്ത് കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ. അതെല്ലാം കടന്ന് ഞങ്ങൾ സ്വാൻ നദിയുടെ തീരത്തേക്ക് പോവുകയാണ്. ഫ്രീമാൻഡിൽ എന്ന സ്ഥലമാണ് ഇന്നത്തെ ആദ്യ ലക്ഷ്യസ്ഥാനം. നേരത്തെ പോയ സ്ഥലം തന്നെയാണ് ഫ്രീമാൻഡിൽ. പെർത്തിന്റെ ഏറ്റവും പുരാതനമായ ഭാഗമാണത്. ഫ്രീമാൻഡിലിൽ ചില ചരിത്രമുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ ജയിൽ. 1.5 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ജയിലാണത്. ഷാജുവും ഐൻസ്റ്റീനും ചേർന്ന് എന്നെ ഇന്നാദ്യം കൊണ്ടുപോകുന്നത് ആ കാഴ്ചയിലേക്കാണ്. അതിമനോഹരമായി ഒരുക്കിയിട്ട വഴിയോരങ്ങൾ. ഒരു വശത്തുകൂടി സ്വാൻ നദി ഒഴുകുന്നു. പരന്നൊഴുകുകയാണ് നദി. ഇങ്ങനെ കാണുമ്പോൾ അത് നദിയാണോ കായലാണോ എന്ന് സംശയം തോന്നും. വലതുവശത്ത് കിങ്സ് പാർക്കാണ്. 400 ഹെക്ടർ വിസ്തൃതിയുള്ള പാർക്കിന്റെ മരങ്ങൾ നിറഞ്ഞ ഭാഗം. പുൽമേടുകളും പ്രകൃതിദത്തമായ കുറ്റിക്കാടുകളും ബൊട്ടാണിക്കൽ ഗാർഡനുകളുമെല്ലാമുണ്ട് കിങ്സ് പാർക്കിൽ. ലോകത്തെ ഏറ്റവും വലിയ ഇന്നർ സിറ്റി പാർക്കാണ് പെർത്തിലെ കിങ്സ് പാർക്ക്. ഇപ്പോൾ നേരെ മുന്നിൽ ഇടതുവശത്ത് കാണുന്നത് സ്വാൻ ബ്രൂവറി കമ്പനിയുടെ കെട്ടിടമാണ്. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പഴയ ബ്രൂവറി കമ്പനികളിലൊന്നാണ് സ്വാൻ ബ്രൂവറി.
1857 സ്ഥാപിതമായ കമ്പനി. ഇപ്പോൾ അത് വലിയ തോതിൽ പ്രവർത്തിക്കുന്നില്ല. 2013 സ്വാൻ ബ്രൂവറി വിപുലമായ തോതിലുള്ള മദ്യോൽപാദനം നിർത്തിവെച്ചത്. നദിയുടെ ഈ തീരഭാഗം പെർത്തിലെ നോർത്ത് ഏരിയയാണ്. നദിയുടെ മറുവശമുള്ളത് പെർത്തിന്റെ സൗത്ത് ഏരിയയും. തെക്കൻ കരയിലാണ് പെർത്തിലെ മലയാളികളും ഇന്ത്യക്കാരും കൂടുതലായി വസിക്കുന്നത്. നോർത്തേൺ ഭാഗത്ത് സായിപ്പുമാരാണ് കൂടുതലും. തെക്കൻ ഭാഗത്ത് പ്രോപ്പർട്ടിക്ക് കുറച്ചുകൂടി വിലക്കുറവുള്ളതുകൊണ്ടുകൂടിയാണ് മലയാളികൾ അവിടേക്ക് പോകുന്നത്. അതിമനോഹരമാണ് സ്വാൻ നദിയുടെ തീരം. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ 3 നദികൾ കൂടിച്ചേർന്നാണ് ഒടുവിൽ സ്വാൻ നദിയായി മാറുന്നത്. എവോൺ, കാനിങ്, എലീന എന്നിവയാണ് ആ നദികൾ. ഫ്രീമാൻഡിലിൽ വെച്ച് ഈ നദി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്നു. പെർത്തിന്റെ എല്ലാ ശുദ്ധജല ആവശ്യങ്ങളും നിറവേറ്റുന്നത് സ്വാൻ നദിയാണ്. ആകെ 72 കിലോമീറ്ററാണ് നദിയുടെ നീളം. സ്വാൻ നദിയുടെ സാന്നിധ്യമാണ് പെർത്ത് നഗരം രൂപപ്പെടാൻ തന്നെ കാരണം. എല്ലാ കാലത്തും പെർത്തിന് സമൃദ്ധമായി ശുദ്ധജലം നൽകുന്നത് സ്വാനാണ്. ഇക്കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ക്യാമ്പസാണ്. 1911 ആരംഭിച്ച യൂണിവേഴ്സിറ്റി. ആരംഭകാലത്ത് പെർത്തിലെ ഇർവിൻ സ്ട്രീറ്റിലായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം. തകരം മേഞ്ഞ ഏതാനും കെട്ടിടങ്ങളിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 1932 ഈ വിശാലമായ പ്രദേശത്തേക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാറ്റുന്നത്. ഇപ്പോൾ 30,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ. അതിൽ 5,000-ഓളം പേർ വിദേശ വിദ്യാർത്ഥികളാണ്. അവിടം പിന്നിട്ട് പോകുമ്പോഴും സുന്ദരമായി ഡിസൈൻ ചെയ്ത കെട്ടിടങ്ങളും മറ്റുമാണ് കാണുന്നത്. കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ഓഫീസ് കോംപ്ലക്സുകളുമെല്ലാമുണ്ട് ഇതിൽ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖ പട്ടണമാണ് ഞങ്ങൾ ഇനി പോകുന്ന ഫ്രീമാൻഡിൽ. ആദ്യകാലത്ത് തദ്ദേശവാസികളായ നൂങ്കറുകളുടെ വാസയിടമായിരുന്നു അവിടം. 1697 സായിപ്പുമാർ ആദ്യമായി അവിടേക്ക് വരുന്നത്. വില്യം ഡി വ്ലാമിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഡച്ച് പര്യവേക്ഷക സംഘമായിരുന്നു അത്. ഒരു സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണിതെന്ന് വില്യം ഡി വ്ലാമിങ് ഡച്ച് അധികൃതർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഡച്ചുകാർ ഇവിടെ ഒരു കോളനി സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല. 1.25 നൂറ്റാണ്ടിന് ശേഷം ഇവിടേക്കെത്തിയ ബ്രിട്ടീഷുകാരാണ് പിന്നീട് ഫ്രീമാൻഡിലിൽ ഒരു കോളനി ആരംഭിക്കുന്നത്. HMS സക്സസ് എന്ന ബ്രിട്ടീഷ് കപ്പലിൽ ക്യാപ്റ്റൻ ജെയിംസ് സ്റ്റെർലിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പര്യവേക്ഷകർ ഓസ്ട്രേലിയയിൽ എവിടെയൊക്കെ കോളനി സ്ഥാപിക്കാമെന്നതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നാൾ അവർ ഫ്രീമാൻഡിലിൽ വന്നു കയറി. കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും പരിഗണിച്ച് ഇവിടെ നല്ലൊരു കോളനി സ്ഥാപിക്കാമെന്ന് ക്യാപ്റ്റൻ ജെയിംസ് സ്റ്റെർലിംഗ് ബ്രിട്ടീഷ് അധികൃതർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. HMS ചലഞ്ചർ എന്ന കപ്പലിൽ ക്യാപ്റ്റൻ ചാൾസ് ഫ്രീമാൻഡിൽ വലിയൊരു സംഘം ആളുകൾക്കൊപ്പം തീരത്ത് വന്നിറങ്ങി. അദ്ദേഹം അവിടെ ബ്രിട്ടീഷ് പതാക ഉയർത്തിയതോടെ ഒരു ബ്രിട്ടീഷ് കോളനി സ്ഥാപിതമാവുകയും ചെയ്തു. വെള്ളക്കാർ വരുന്ന കാലത്ത് ഓസ്ട്രേലിയൻ അബോറിജിൻ വിഭാഗമായ നൂങ്കറുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അവരെ തുരത്തിയോടിച്ചും കൊന്നൊടുക്കിയുമെല്ലാമാണ് വെള്ളക്കാർ ഇവിടം തങ്ങളുടേതാക്കിയത്. ഇപ്പോൾ ഫ്രീമാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. മുന്നിൽ ഒരു പാലം കാണാം. ആ പാലം കടക്കുന്നതോടെയാണ് ഫ്രീമാൻഡിലിന്റെ പ്രധാന ഭാഗത്തേക്കെത്തുന്നത്. ഫ്രീമാൻഡിൽ ട്രാഫിക് ബ്രിഡ്ജ് എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. അതിൽ എന്തോ പണികൾ നടക്കുകയാണ്. പാലത്തിന്റെ വലതുവശത്തുകൂടി ഫ്രീമാൻഡിൽ റെയിൽവേ ബ്രിഡ്ജും കടന്നു പോകുന്നുണ്ട്. പാലം കഴിയുന്നതോടെ ഫ്രീമാൻഡിലിന്റെ ഓൾഡ് ടൗൺ ഏരിയയിലേക്ക് കയറുന്നു. ധാരാളം ടൂറിസം അട്രാക്ഷനുകളുള്ള ഒരു സ്ഥലമാണിത്. കൊളോണിയൽ കാലത്തെ നിരവധി നിർമ്മിതികൾ അതിൽ ഉൾപ്പെടുന്നു. നേരെ മുന്നിൽ ഒരു പഴയകാല കെട്ടിടം കാണാം. അത് ഫ്രീമാൻഡിൽ ആർട്സ് സെന്ററാണ്. 1861 മുതൽ 1868 വരെയുള്ള വർഷങ്ങളിൽ നിർമ്മിച്ചതാണ് ഇന്ന് ഫ്രീമാൻഡിൽ ആർട്ട് സെന്റർ എന്നറിയപ്പെടുന്ന കെട്ടിടം. ഇക്കാണുന്നത് ഫ്രീമാൻഡിൽ ആനിമൽ ഹോസ്പിറ്റലാണ്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ. കൊളോണിയൽ കാലത്ത് പണിത കെട്ടിടങ്ങൾ. 1970കളിലും 80കളിലും നിർമ്മിച്ച കെട്ടിടങ്ങളുമുണ്ട്. ഞങ്ങൾ വലിയൊരു മതിൽക്കെട്ടിനരികിലേക്കെത്തി. ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പണിത കൂറ്റനൊരു മതിൽക്കെട്ട്. അതിനുള്ളിലാണ് ഫ്രീമാൻഡിൽ പ്രിസൺ.
വലിയൊരു ചരിത്ര സ്ഥലമാണിത്. 1991 വരെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു ഇത്. ഇപ്പോൾ അതൊരു മ്യൂസിയമായി മാറിയിരിക്കുന്നു. ഈ ജയിലിനകം ഒന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഇവിടേക്ക് വന്നത് തന്നെ. പ്രിസൺ വിസിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. എന്റെ കൂടെയുള്ള ഷാജു ഒരു ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയാണിത്. പല നിലകളുള്ള പാർക്കിംഗ് ഏരിയ. അതിന്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാൽ ഫ്രീമാൻഡിൽ പ്രിസൺ മുകളിൽ നിന്ന് കാണാം. അതിന്റെ അകത്ത് കയറുന്നുണ്ട്. അതിനു മുൻപ് പുറത്തുനിന്നുള്ള ഒരു കാഴ്ച ഷൂട്ട് ചെയ്യാൻ ഇവിടേക്കെത്തിയതാണ്. എത്രയോ പേർ തടവിൽ കിടന്ന ആ ജയിലിന്റെ പുറം കാഴ്ചകളും കണ്ടുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ നിന്നു.